ഹലോ ഫ്രണ്ട്സ്, എന്താണ് വിശേഷം? നമ്മളിന്നൊരു പുതിയൊരു സംഭവം ചെയ്യാൻ പോവാണ്. എന്താണെന്ന് ചോദിച്ചാൽ ബാംബു ചിക്കനാണ്. അപ്പം നമ്മളിന്ന് അതൊരു കലക്കും. ആ ഒരു സംഭവത്തിലോട്ട് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. ആ ഒരു വലിയ സംഭവം എന്താണെന്ന് കാണാം. നമ്മളിന്ന് ബാംബു ചിക്കൻ ഉണ്ടാക്കാൻ പോകും. അപ്പം അതിന് മുമ്പേ നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. നമ്മളിത് കടയിൽ നിന്ന് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. നമ്മൾ 3 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. നമ്മൾ 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ടു. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഒത്തിരി വേണ്ട. ഉപ്പ് ആവശ്യത്തിനിടുക. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നു. ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം മുഴുവന് പിഴിയണം. അടുത്ത ശകലം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ശകലം മല്ലിയില, അത് ശകലം സവാള, നമ്മളൊരു 3 പച്ചമുളക് അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കുക. ചില എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാംബു ചിക്കൻ്റെ മുള വേണ്ടേ? അതിന് മുള വെട്ടാൻ വേണ്ടി പോവാം. മുളയുടെ ഭാഗത്ത് വന്നു നല്ല മുള നോക്കി വെട്ടണം. അപ്പം നമ്മൾ മുള മുറിച്ചിട്ടൊക്കെയാണ് ഈ ചെറിയ ചെറിയ പീസുകളാക്കണം. എന്നാലും നമുക്കിതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കുറച്ചങ്ങോട്ട് മാറി നിന്ന് ഇതൊന്ന് റെഡിയാക്കിയെടുക്കാം. നമ്മളിവിടെ ഒരു അടുപ്പ് പോലെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ അടുപ്പ് വെച്ച് അതിനകത്ത് കുറേ വിറകുകളും ചൂട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടുപ്പ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് വേണം നമ്മൾ ആ ബാംബു വെക്കാൻ. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതൊക്കെ നല്ലവണ്ണം മസാല പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് ഇനി കുറച്ചെടുത്ത് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാംബുവിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നിറച്ചിടരുത്, ഒരു 1/4 ഭാഗം വരെ ഇട്ടാൽ മതി. ഇത് അടയ്ക്കാനുള്ളതാണ്. നമ്മൾ 4 നിറച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നിറച്ചേക്കുന്നത്. ഇനി നിറച്ച് കഴിഞ്ഞു. നമ്മളിനി അടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് കറുവാപ്പട്ടയുടെ ഇല എടുത്ത് ഇതിനകത്ത് അടച്ചു വെക്കുക. ഇനി അതങ്ങ് അടഞ്ഞിരുന്നോളും. കാരണം അതൊരു ഫ്ലേവറും കൂടെ ആണ്. കാരണം ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല മണമായിരിക്കും, കറുവപ്പട്ടയുടെ മണം.
അതുപോലെ നമ്മളെല്ലാത്തിലും ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറുവയുടെ ഇലയൊക്കെ ഇട്ട് നല്ലവണ്ണം ഫില്ല് ചെയ്തിട്ടുണ്ട്, എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് അടുപ്പിക്കാം. നമ്മൾ ഓരോന്ന് ഇതുപോലെ വെച്ചു കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ കത്തിപ്പിടിക്കുന്നുണ്ട്, അകത്തോട്ട് ചൂടിറക്കുന്നുണ്ട്, അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഈ മുളയുടെ ഒരു സൈഡ് ഇങ്ങനെ കത്തിയ മുളയുടെ ആ ഒരു എസൻസ് ഒക്കെ ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ രണ്ട് വശവും നമുക്കത് നല്ലവണ്ണം കത്തിച്ചെടുക്കണം. അകം വേകാൻ തുടങ്ങിയിട്ടുണ്ട്, ചിക്കനുള്ള നെയ്യ് എല്ലാത്തും ഇങ്ങനെ ഉരുകി ഇറങ്ങി നല്ലോണം വെന്ത് തുടങ്ങിയിട്ടുണ്ട് അത്. അപ്പം ഏകദേശം ഒരു വെന്തായി വരുമ്പോൾ നമ്മളിത് തിരിച്ചു വെച്ച് കൊടുക്കും. നമ്മളിതിനെ തിരിച്ചു വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാംബൂ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. മാവേ കയറി ഒരു മാങ്ങയൊക്കെ പറിച്ച് ഈ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ അനുഭവിച്ചിട്ട് കുറേ കാലമായി. നമ്മൾ ഓരോന്ന് എടുത്തിങ്ങനെ നൂർത്ത് വെക്കാം. ഇത് കുറച്ച് പൊട്ടിയിട്ടുണ്ട്, എന്നാലും അവിടെ കറുവപ്പട്ടയുടെ മണം അസാധ്യ മണമാണ്. അപ്പം മുളയിലുള്ള തീയൊക്കെ നമ്മൾ ഈ വെള്ളം കൊണ്ടൊന്ന് അണയ്ക്കുക. നല്ല മണം കറുവപ്പട്ടയുടെ. നമുക്ക് ഇതൊന്ന് കളയാം. ഒരു രക്ഷയില്ല എൻ്റെ മണം. നമ്മളിന്ന് തട്ടുകയാണ്. ആഹാ, അപ്പോൾ നമ്മുടെ ബാംബൂ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മളതെല്ലാം എടുത്ത് ഈ വാഴയില തന്നെ വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യുന്നു, അറിഞ്ഞു ടേസ്റ്റ് ചെയ്യുന്നു. ചിക്കനൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്, അടിപൊളി നല്ലോണം വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇട്ട് കത്തിച്ചു. നമ്മൾ കറി വെക്കുന്ന ടേസ്റ്റ് അല്ല, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മുളയ്ക്കകത്ത് വെച്ച് ചെയ്തുകൊണ്ട് ഈ മുളയുടെ എസൻസ് എല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. മുളയുടെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ പക്കായിട്ട് സ്മെല്ലാണ്. അത് മാത്രമല്ല നമ്മൾ കറുവപ്പട്ടയുടെ ഇലയോട് വെച്ചതുകൊണ്ട് മുളയുടെ സ്മെല്ലും കറുവപ്പട്ടയുടെ ആ മണവും എല്ലാം കൂടെ ചിക്കനകത്ത് പിടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഇതെല്ലാവർക്കും വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഒരു സംഭവമാണ്, നല്ല ഒരു ഡിഷാണ്. നിങ്ങൾ മിസ് ചെയ്യരുത്. എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. തുടർന്ന് ഇതുപോലത്തെ വീഡിയോ കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കോൺ ഒന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്താൽ അടുത്ത് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ
ക്യാമറമാൻ തോമാച്ചനോടൊപ്പം എൻ്റെ ഫ്രണ്ട് റജിയോടൊപ്പം ബൈ. നമ്മുടെ ക്യാമറമാൻ തോമാച്ചൻ കയറിയിട്ടുണ്ട്. തലയിൽ കൂടെ പറിച്ചിട്ടല്ലേ, പിടിച്ചിങ്ങ് എടുത്തേക്ക്. നമുക്ക് ഷൂട്ടിങ്ങിന് തോന്നു കേട്ടോ നെഞ്ചത്ത്. പിന്നെ പറഞ്ഞിട്ട് പോണേ.